അതിന് ശങ്കുലി, സന്നിധാന ധ്യാനം, നിസ്കാരം ഇതൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാവില്ലേ ഈ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ചെറുപ്പം പിള്ളേർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കൃഷിയിലേക്ക്. ആ ജോലി ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്ന ജോലി വേണ്ടാന്ന് വെച്ചിട്ട് കൃഷിയിലേക്ക് വന്നിട്ടുള്ള കുട്ടികളുണ്ട്, ഒരുപാട് പേരുണ്ട്, പല സ്ഥലത്തു നിന്ന് വന്നുള്ളവരുണ്ട്. അപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും, ഉള്ളിൽ നിന്ന് മാനസികമായിട്ട് ഇൻഫർമേഷൻ പോയിട്ടുണ്ടാവും ആരുടെയെങ്കിലും. അതെ ഇത് ചില കുട്ടികൾ സാറിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഒരു തലത്തിലും മനസ്സിന് സമാധാനം കിട്ടണില്ല, ജീവിക്കാൻ പറ്റണില്ല. അതായത് നമുക്ക് ജോലി വേണ്ടാന്ന് വെക്കാനും പറ്റണില്ല, സമാധാനമില്ല, ജീവിക്കാൻ പറ്റണില്ല. എല്ലാം നല്ലോണം പൈസയുണ്ട്, നല്ല ഭക്ഷണം, നല്ല താമസം ഒക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമാവണില്ല, അവർക്ക് ഇരിക്കപ്പുറത്തി കിട്ടണില്ല. അപ്പോൾ സാറ് അവരോട് പറഞ്ഞു, നിങ്ങൾ മണ്ണിൽ കൃഷി ചെയ്യാൻ പറഞ്ഞു. അവർക്ക് പറഞ്ഞു, ആകെ ഒരു ഞായറാഴ്ച ദിവസം മാത്രമേ ഒഴിവുള്ളൂ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, മണ്ണിൽ കളയ്ക്കലും പിടിക്കലും കൃഷി ചെയ്യലും അതൊന്നും നടക്കണ കാര്യമില്ല. അപ്പോൾ പറഞ്ഞു, ഒരു ഗ്രോ ബാഗിൽ ഒരു കറിവേപ്പിൻ തൈയോ അല്ലെങ്കിൽ ഒരു പൂച്ചെടിയോ എന്തെങ്കിലും ഒരു ഗ്രോ ബാഗിൽ വെച്ച് ആ മണ്ണിൽ തൊടുക, അതിനെ നനയിച്ച് വളർത്തുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ എന്തോ ഒരു നോട്ട് ഇവർ വായിച്ചിട്ടാണ് സാറിനെ അവർ കോണ്ടാക്ട് ചെയ്തത്, മാസികയിൽക്ക്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അവരത് വളരെ വ്യത്യാസം വരുന്നുണ്ട്. മണ്ണുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ കൃഷി നമ്മുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കണമെന്നുള്ളതുണ്ട്. അതായത് പറയാം. അപ്പം നമ്മൾ അവർക്ക് പ്രേരണ കൊടുക്കണമെങ്കിൽ ധാരണ കൊടുക്കണം. പ്രേരണ, ധാരണ, അനുകരണ. പ്രേരണ, ധാരണ, അനുകരണ എന്ന് പറഞ്ഞിട്ട് അല്ലല്ല ഇത് മാനസികമായിട്ടുള്ള തലത്തിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിപ്പോൾ മാനസിക തലത്തിൽ നമ്മൾ സന്ദേശം അയച്ചോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ചിന്ത മറ്റൊരാളുടെ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടോ ഒരാൾ നമ്മുടെ അടുത്ത് വന്നു എന്ന് വെക്കുക. അപ്പോൾ അവർക്ക് വേണ്ട ധാരണ നമ്മൾ കൊടുക്കണ്ടേ? പ്രേരണ മാത്രം പോരാ. ഇപ്പം നമ്മൾ കൊടുത്തത് പ്രേരണയാണ്, മാനസികമായിട്ട് നമുക്ക് അവർ പ്രേരണ കൊടുത്തു. അവർക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ ധാരണ കൂടെ കൊടുക്കണം. അപ്പം നമ്മൾ അത്രയും നോളജ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം, നമ്മൾ അതിനെക്കുറിച്ച് അത്രയും അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക, എല്ലാവരും അറിവ് കൂട്ടാൻ ശ്രമിക്കുക. നമ്മൾ ധാരണ കൊടുക്കാനുള്ള പ്രാപ്തരായിരിക്കണം. പിന്നെ വേണ്ടത് നമ്മളെ അവർ അനുകരിക്കണം. കാരണം മനുഷ്യരോട് പറഞ്ഞു കൊടുത്താൽ കുട്ടികളായാലും വലിയവരായാലും അനുസരിക്കില്ല, എത്ര പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് പറയും. ചെറിയ കുട്ടികളുടെ കാര്യത്തിലും പറയും, പ്രായമായവരുടെ കാര്യത്തിലും പറയും. പറഞ്ഞാൽ കേൾക്കില്ല, എത്ര പറഞ്ഞാലും കേൾക്കില്ല, അവർ അനുകരിക്കുകയുള്ളൂ. മനുഷ്യരുടെ സ്വഭാവം അനുകരണമാണ്. അപ്പോൾ അവരെ പ്രേരിപ്പിച്ച് ധാരണ കൊടുത്ത് അവർ അനുകരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ചെയ്ത് കാണിക്കണ്ടേ? നമ്മളത് നമ്മളെ കണ്ട് അവർ അനുകരിക്കണം. നമ്മളുടെ അടുത്ത് വന്നു, അവർക്ക് വേണ്ട പ്രേരണ കിട്ടി വന്നു, അവർക്ക് വേണ്ട ധാരണ കൊടുത്തു, പിന്നെ അവർ അനുകരിക്കണമെങ്കിൽ നമ്മളത് ചെയ്തു വെക്കണം. അപ്പം നമ്മുടെ കൃഷി സ്ഥലത്തോ അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ട് നമുക്കതിൽ ആനന്ദം കിട്ടുന്നു എന്നുള്ളത് കാണിച്ചു കൊടുക്കണം അവർക്ക്. കാരണം നമ്മുടെ കൃഷി ആനന്ദം കിട്ടാനുള്ള കൃഷിയാണ്. ജൈവ കൃഷി ദയാൽ സാറ് ഡിസൈൻ ചെയ്തിട്ടുള്ള കൃഷി, ഇന്നത്തെ ജൈവ കൃഷി എന്ന് പറയുന്നതല്ല. ജൈവ കൃഷി ദയാൽ സാറ് ഡിസൈൻ ചെയ്തിട്ടുള്ള ജൈവ കൃഷി എന്ന് പറയുന്നത് ആനന്ദത്തിലേക്കുള്ളൊരു മാർഗമാണ്. അന്നം കറക്റ്റ് ചെയ്യുക, ആരോഗ്യം കറക്റ്റ് ചെയ്യുക, ആനന്ദത്തിലേക്കുള്ളൊരു മാർഗമാണ്. ജൈവ കൃഷി ചെയ്യുക, ആനന്ദത്തിലേക്കുള്ളൊരു മാർഗമാണ്. എല്ലാം ആനന്ദമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിസൈനാണ് സാറ് കൊടുത്തിരിക്കുന്നത്. ഇക്കോളജി എന്ന ശാസ്ത്രപ്രകാരം പോയി കഴിഞ്ഞാൽ എല്ലാം ആനന്ദത്തിൽ എത്തി നിൽക്കണം. അനുഭവിക്കാത്തതാണ്, പക്ഷേ ഒരു അനുഭവം എനിക്ക് ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ആക്കാനുള്ള സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ രണ്ടാമത്തെ മകൻ രവിരാജ്, അവൻ ഗൾഫിലത്തെ ഗൾഫിലേക്ക് പോയ രണ്ടാമത്തെ മകൻ രവിരാജ് എന്നാണ് പേര്. അവൻ തിരിച്ചു വന്നപ്പോൾ അവന് കൃഷിയുടേതായിട്ടുള്ള താല്പര്യങ്ങളൊന്നുമുള്ള ആളല്ല.
അപ്പോൾ അയൽപ്പക്കത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് പറഞ്ഞു നമുക്ക് ആ അയൽപ്പക്കത്ത് വെറുതെ കിടക്കുന്ന പറമ്പിൽ ഷട്ടിൽ കളിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ വീട്ടുകാർ സമ്മതിച്ചു. അവർ 2000 രൂപ ചെലവ് ചെയ്ത് ആ പറമ്പ് ശരിയാക്കി കൊടുത്തു. ഒരു ഷട്ടിൽ കോർട്ടിടാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുത്തു. ആ കോർട്ടിൽ കളി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരിൽ ഒരാൾ കൃഷിയിൽ കമ്പുള്ള ആളാണ്. അയാൾ പറഞ്ഞു വിഷ്മാഷോട് ചോദിക്കൂ, ആ ഭാഗത്ത് കൃഷി ചെയ്യട്ടെ എന്ന് കൂടി ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചപ്പോൾ ധൈര്യമായിട്ട് കൃഷി ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ആ മണ്ണ് ഭംഗിയാക്കി കൊടുത്തു. അവർ കൃഷി തുടങ്ങി. എൻ്റെ മകന് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം ഈ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച അനുഭവത്തിൽ നിന്ന് അവനോട് ഒരു ചോദ്യം ചോദിച്ചു. തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ഒരു ചെറിയ പൊതിയിലുള്ള ചീര, ചുവന്ന ചീരയുടെ വിത്ത്, അനവധി വിത്ത് ഉണ്ടാവുമല്ലോ, അവൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവൻ TV കാണുമ്പോൾ ഞാൻ ചോദിച്ചു, രവി ഇതൊന്ന് എണ്ണിത്തരാൻ പറ്റുമോ? അപ്പോൾ അവൻ ചോദിച്ചു, അച്ഛന് എന്താ വട്ടുണ്ടോ? ഇതൊക്കെ എണ്ണിയിട്ടാണ് ആൾക്കാർ കൃഷി ചെയ്യുക. ശരി, ഓക്കെ. ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു ചെറിയ അളവ് കൊണ്ടുപോയി കൊടുത്തിട്ട് വീണ്ടും പറഞ്ഞു, രവി ഇതൊന്ന് അളന്ന് തരാൻ പറ്റുമോ? അച്ഛൻ എന്തോ പറ്റിയെന്നാ തോന്നണം, ഞാൻ അമ്മോട് പറയാതുകൊണ്ട്. ശരി, വേണ്ട. ഞാൻ പുറത്ത് പോയിട്ട് ഒരു വലിയ ചീര, ചുവന്ന ചീര പറിച്ചു കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വെച്ചു. ഈ എന്നോട് നേരത്തെ എണ്ണാൻ പറഞ്ഞ വിത്തുകളിൽ ഒരേ ഒരു വിത്താണ് വളർന്ന് ഈ പരുവത്തിലെത്തിയത്. ഇത് എങ്ങനെ ആയെന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ അന്തരാളം ശരിക്കും നടുങ്ങി. ആ നടുക്കം ശരിക്കും പറഞ്ഞാൽ അവനിൽ കൃഷി കൊണ്ടുവന്നു. അവൻ പിന്നീട് കർണാടകത്തിൽ എവിടെ ജോലി കിട്ടി പോയപ്പോൾ, അച്ഛാ ഐ ആം മിസ്സിങ് ദ അഗ്രികൾച്ചർ, ഐ ആം മിസ്സിങ് ദ അഗ്രികൾച്ചർ. പിന്നെ അവൻ പോകുന്നത് വരെ ആ കൃഷിയിടത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഉത്സാഹിച്ചു. അപ്പോൾ അതാണ് ആ ചീരയുടെ വളർച്ച. അന്തരീക്ഷത്തിൽ നിന്നും മണ്ണിൽ നിന്നുമുള്ള പോഷകങ്ങൾ സ്വീകരിച്ചിട്ടാണ് അത് വളർന്നതെന്നുള്ള ആ ഒരു റിയലൈസേഷൻ. അതാണ് നേരത്തെ പറയാൻ തുടങ്ങിയത്. കൃഷിയിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാൻ, IT മേഖലയിലെ ആൾക്കാർ അട്രാക്റ്റ് ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. അതിനൊരു നല്ല നിദാനമായിട്ടുണ്ട് നമ്മുടെ ദയാൽ മാസ്റ്റർ. അപ്പോൾ അനുകരണയാണ് അവസാനം പറഞ്ഞത്. ധാരണ, പ്രേരണ, അനുകരണ, ഇത് മൂന്നും കൊടുക്കണം നമ്മൾ. കാരണം ഇപ്പോൾ ഒരാളൊരു കട തുടങ്ങി നല്ല രീതിയിൽ കച്ചവടം നടക്കണമെങ്കിൽ അപ്പുറത്തുള്ള ആളെന്താ ചെയ്യുക? അതേപോലത്തെ ഒന്ന് തുടങ്ങും അപ്പുറത്ത്, അതിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ കുറച്ച് വിട്ടിട്ട്. കാരണം അയാൾ അനുകരിക്കുകയാണ്. ഒരാൾക്ക് സുഖം കിട്ടുന്നുണ്ട്, ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അവർ അനുകരിക്കും. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന കൃഷി വരുമാനം അല്ലെങ്കിൽ ആദായം ഉണ്ടായോ ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്, നമുക്ക് നല്ല ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണിച്ച് ചെയ്ത് അവരെ അനുകരിപ്പിക്കാൻ നോക്കുക. അവരനുകരിക്കും. പറഞ്ഞാൽ കേൾക്കില്ല. നമുക്ക് കൃഷി ചെയ്ത് കൂടടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യില്ല. പിന്നെ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ്, ആത്മീയ തലത്തിൽ പ്രവർത്തിക്കണം. ഭൗതിക തലത്തിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു, മാനസിക തലത്തിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു, ആത്മീയ തലത്തിലും പ്രവർത്തിക്കണം. ഭൗതിക തലം, മാനസിക തലം, ആത്മീയ തലം, 3 തലത്തിൽ പ്രവർത്തിക്കണം. നമ്മൾ ഓരോരുത്തർക്കും ആത്മീയ തലത്തിൽ എങ്ങനെ പ്രവർത്തിക്കാന്ന് വെച്ചാലേ, നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു ബോധം ഉണ്ടാവണം നമ്മൾ എന്താണ് ചെയ്യണമെന്നുള്ളത്. നമ്മൾ എന്താ ചെയ്യണമെന്നുള്ളത് നമുക്കൊരു നല്ല ബോധം ഉണ്ടാവണം. അതായത് ആത്മബോധം ഉണ്ടാവണം. ലക്ഷ്യം ആനന്ദലോകമാണ്. ആനന്ദലോകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൃഷി ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നത്. ഈ ആനന്ദം എന്ന് പറഞ്ഞത് ആരുടെ ആഗ്രഹമാണെന്നറിയോ? ഇച്ഛ. നമുക്ക് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. ആദി മാതാവിൻ്റെയും ആദി പിതാവിൻ്റെയും ആഗ്രഹമാണ്. എല്ലാ അച്ഛനമ്മമാരുടെയും ആഗ്രഹം എന്താ? മക്കള് സന്തോഷമായിട്ടിരിക്കണം. നമ്മൾ സന്തോഷത്തിൻ്റെ ഉയർന്ന തലാണ് ആനന്ദം എന്ന് പറഞ്ഞതെന്ന് മാത്രം. അപ്പം നമ്മളുടെ മക്കൾ സുഖമായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ പേരൻസ് ആഗ്രഹിച്ചതും നമ്മൾ ആനന്ദമായിട്ടിരിക്കണം തന്നെയാണ്. അങ്ങനെ പിന്നോട്ട് പോവുകയാണെങ്കിൽ ആദി മാതാവ്, ആദി പിതാവ്, അവരുടെ ആഗ്രഹം എന്തായിരുന്നു? അവരുടെ മക്കൾ ആനന്ദത്തിലിരിക്കണം എന്നല്ലായിരുന്നു. അപ്പോൾ ഈ ആനന്ദത്തിലേക്കുള്ള കൃഷി എന്ന് പറയുമ്പോൾ അവരുടെ
ഇച്ഛയാണ് നമ്മൾ നടപ്പാക്കുന്നത്. ആദി മാതാവിൻ്റെയും ആദി പിതാവിൻ്റെയും ഇച്ഛയാണ് നമ്മൾ നടപ്പാക്കുന്നത്. അങ്ങനെയാണ് നമ്മളത് ആത്മീയ തലം എന്ന് പറയുന്നത്. കൃഷി ചെയ്യുന്നത് ആത്മീയ തലം ആവുന്നത് അങ്ങനെയാണ്. പറഞ്ഞുതരാം. പരമാത്മാവിൻ്റെയും പരമാംബയുടെയും അഭിലാഷം നിറവേറ്റാനുള്ള പ്രക്രിയയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന കൃഷി ആത്മീയ തലത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് നല്ലോണം മനസ്സിലാക്കണ്ട. നമ്മൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. കാരണം ഇത് കൃഷിയുടെ ബേസിൽ നിന്ന് പോവാണ് നമ്മൾ. അതായത് സൃഷ്ടി നടന്നത് ആകാശത്തിലെ ആത്മാവുണ്ടാക്കിയ ശബ്ദത്തിൽ നിന്നാണ്. ആദിയിൽ വചനം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഓംകാരത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുന്നില്ലേ. ശബ്ദത്തിൽ നിന്ന് മാറ്റർ ഉണ്ടായി എന്നാണ് സയൻസ് പറയുന്നത്. അപ്പൊ ആ ശബ്ദം ഉണ്ടാക്കിയത് എവിടെ നിന്നാണ്? ശബ്ദം ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല ശാസ്ത്രത്തിന്. അവസാനം പറഞ്ഞൊരു ബോധമാണെന്ന് പറഞ്ഞു. അതായത് നമ്മളുടെ ഇക്കോളജിയിൽ പറയുന്നത് നമ്മൾ പെയറുകളാണ്. മനസ്സ്, ബുദ്ധി, ആണ്, പെണ്ണ്. അതുപോലെ ആത്മാവ്, ആകാശം. ആണ് പെണ്ണായിട്ട് നിൽക്കുന്നത്, ആകാശം സ്ത്രീഭാവവും ആത്മാവ് പുരുഷഭാവമായിട്ട് നിൽക്കുന്നു. അപ്പൊ അതില് ആത്മാവ് ആകാശത്തുണ്ടാക്കിയ ശബ്ദമാണ് സൃഷ്ടിക്ക് കാരണമായത്. ആ സൃഷ്ടിയിൽ നിന്നാണ് പിന്നെ നമ്മളെല്ലാ ജീവജാലങ്ങളും, പഞ്ചഭൂതങ്ങൾ 5 ഉണ്ടായി, ജീവന്റെ ഉൽപ്പത്തി ഉണ്ടായി. പുല്ല് തൊട്ട് ഉള്ള എല്ലാ ജീവജാലങ്ങളും, പക്ഷി മൃഗാദികളെല്ലാം, മനുഷ്യരടക്കമുള്ള എല്ലാ ജീവനും ഉത്ഭവിച്ചത് ആ ശബ്ദം ഉണ്ടായതിന് ശേഷമാണ്. അപ്പോൾ ഉൽപ്പത്തി തുടങ്ങിയത് എവിടെയാണ്? നമ്മൾ പിന്നാക്കം അച്ഛനമ്മമാരെ പിന്നാക്കം പോയി കഴിഞ്ഞാൽ എത്തിച്ചേരുക ആദി മാതാവ്, ആദി പിതാവ് എന്ന് പറഞ്ഞിട്ട് എത്തിച്ചേരുന്ന സ്ഥലം ആകാശവും ആത്മാവുമാണ്. നമ്മളുടെ ആദ്യത്തെ അമ്മ ആകാശവും ആദ്യത്തെ അച്ഛൻ ആത്മാവുമാണ്. അത് ഏത് ജാതി മതമായാലും ശരി, രക്ഷയില്ല. അപ്പോൾ ഒരു അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം എന്താവും എന്നാണ് ഉദ്ദേശിച്ചത്? മക്കള് സന്തോഷമായിട്ടിരിക്കണം, ആനന്ദത്തിലിരിക്കണം എന്നല്ലേ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കൃഷി ആനന്ദത്തിലേക്കുള്ളതാണെങ്കിൽ, യാത്രയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? അവരുടെ ആഗ്രഹം നിറവേറ്റുക, അവരുടെ സാഫല്യം, അവരുടെ ഇച്ഛ നിറവേറ്റുക എന്നുള്ളതാണല്ലോ. അങ്ങനെയാണ് ഇത് ആത്മീയ തലത്തിലേക്ക് മാറുന്നത് നമ്മുടെ കൃഷി. മനസ്സിലായോ? അപ്പൊ നമ്മൾ പഞ്ചഭൂതങ്ങൾ 5 കറക്റ്റ് ചെയ്യുന്ന കൃഷിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആരോഗ്യം കറക്റ്റാവും. ആരോഗ്യം കറക്റ്റായാലും ഓട്ടോമാറ്റിക്കായിട്ട് അന്നം കറക്റ്റായ മനസ്സിന്റെ ആരോഗ്യം, ശരീരത്തിന്റെ ആരോഗ്യം കറക്റ്റാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എങ്കിൽ അപ്പോൾ നമ്മൾ എന്തായി? ഇപ്പോൾ ഈ ചെയ്യുന്ന കൃഷി രീതി ഇപ്പോൾ പറഞ്ഞു, ആദി മാതാവിൻ്റെയും ആദി പിതാവിൻ്റെയും അവരുടെ ആഗ്രഹം ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആരായി? അല്ല നമ്മുടെ പ്രാർത്ഥനയിൽ പറയണ്ടല്ലോ നമ്മള്. അപ്പൊ നമ്മൾ പ്രതിനിധിയാവും. പ്രതിനിധിയായെന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറ് ഡിസൈൻ ചെയ്തിട്ടുള്ളോ ഓരോ ചെറിയ കാര്യങ്ങൾ എവിടെയോ എഴുതി വെച്ചിട്ടുള്ളത് എല്ലാം കണക്റ്റഡ് ആയിരിക്കും. കൃഷിയിലായാലും ആരോഗ്യത്തിലായാലും ഇക്കോളജിയിലായാലും പ്രാർത്ഥനയിലായാലും വരെ ഫുൾ കണക്റ്റഡ് ആണ്. ഇതൊരു അതിശയമാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ മൈന്യൂട്ടായിട്ട് കണക്ട് ചെയ്ത് വെക്കണമെങ്കിൽ ഉണ്ടല്ലോ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതൊരു അമാനുഷികമായിട്ടുള്ള സംഭവം. അത് ഞാൻ ഇത് മനസ്സിലാക്കിയപ്പോഴും സാറിൻ്റെ പിന്നാലെ കൂടിയത്. അല്ലാണ്ട് കൃഷി ചെയ്യാൻ തുടങ്ങി ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഭൂമിയുണ്ട് സാറിന്, പിന്നെ ജൈവ കൃഷി അല്ലെങ്കിൽ സാറിൻ്റെ കൃഷി പഠിക്കണം, യൂണിവേഴ്സിറ്റി പോയി. പക്ഷെ ഇത് വന്ന് പിന്നെ വാനപ്രസ്ഥം കേട്ടു തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായി ഇതല്ല സംഭവം. ഇത് കൃഷിയോ അല്ലെങ്കിൽ വാനപ്രസ്ഥം അല്ല, ഇതിൻ്റെ അപ്പുറത്തുള്ള വേറെ എന്തോ വന്നെന്നുള്ള അപ്പം മനസ്സിലായി എനിക്ക്. അങ്ങനെ പിന്നാലെ കൂടിയതാ. ഇത് അതാണ് ഞാൻ ഇങ്ങനെ ഇപ്പൊ ചിരിച്ചിരിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ ഏത് അവസ്ഥയിലാണെന്നുള്ളത്. പക്ഷെ സന്തോഷം തന്നെയാണ്. ഇപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല ഞാൻ ഇവിടെ ഇരുന്നിട്ട് ക്ലാസ് നടത്തുന്നുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, പ്രയത്നിച്ചിട്ടുമില്ല. ഞാൻ വിഷ്ണു ചേട്ടന് നന്നായിട്ട് അറിയാം.
2 മാസം ഉണ്ടായിട്ട് നമ്മളെ സാറ് പറഞ്ഞു തുടങ്ങാം. അപ്പൊ ആനന്ദം കിട്ടുന്ന ഒരു ഇടമാക്കി മാറ്റണം നമ്മുടെ കൃഷിയിടം. അങ്ങനെ ചെയ്യുന്ന കൃഷിയിടം എന്താക്കി മാറ്റാൻ പറ്റുന്നറിയോ? ആനന്ദ കേന്ദ്രമാക്കി മാറ്റാൻ പറ്റും നമുക്ക്. ഹാപ്പിനെസ് ടൂറിസം സെന്ററുകളൊക്കെ അങ്ങനെയാ വയ്യ. ചെറുതായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, സ്ഥലം കൂടുതലുള്ളവർ അത് വലുതാക്കി എടുക്കുക. പിന്നീട് നമുക്കത് ഒരു ആനന്ദ കേന്ദ്രമാക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പം എന്ത് ചെയ്യും? അവിടെ ആൾക്കാർ വരാൻ തുടങ്ങും. എന്താ പറയുക, ഫാം ടൂറിസം അല്ലേ? ഫാം ടൂറിസം ആക്കാം, ആനന്ദ കേന്ദ്രം ആക്കാം. അത് കാണുമ്പോൾ അതൊരു പ്രേരണയായിട്ട് ആൾക്കാർ അനുകരിക്കാൻ തുടങ്ങും ആൾക്കാർ. അപ്പോൾ നമ്മൾ പ്രതിനിധിയാവും. നമ്മളപ്പോൾ പ്രതിനിധിയാവും. പ്രതിനിധി ആയാലാണ് ഇവിടെ നമ്മൾ എന്താ പറയുക, സ്വർഗമാക്കി മാറ്റുക എന്ന് പറയില്ലേ, ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കുക. അല്ലാതെ കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. തലകുത്തി നിന്ന് പ്രാർത്ഥിക്കുക, ഒറ്റക്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ഇവിടെ സ്വർഗാവില്ല. നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം. ഭൗതിക തലത്തിൽ പ്രവർത്തിക്കണം, മാനസിക തലത്തിൽ പ്രവർത്തിക്കണം, ആത്മീയ തലത്തിൽ പ്രവർത്തിച്ചാൽ നമുക്കിവിടെ സ്വർഗം ഉണ്ടാക്കാം. പ്രകൃതിയുടെ നിയമപ്രകാരം ചരിക്കുന്ന സ്ഥലത്താണ് സ്വർഗം. പ്രകൃതി വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലം നരകം. അല്ലാണ്ട് വേറൊരു സ്ഥലമില്ല. നമുക്ക് വേണ്ടതെല്ലാം അപ്പം എത്തിച്ചു തരും പ്രകൃതി. പ്രകൃതിയുടെ നിയമങ്ങൾ പഠിച്ച് അത് പാലിച്ച് പോവുകയാണെങ്കിൽ അവിടെ സ്വർഗമായിരിക്കും. അത് പാലിക്കാതെ പോകുന്ന സ്ഥലം നരകമായിരിക്കും. പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് പറയായിരുന്നു. അപ്പൊ ഈ 3 തലത്തിൽ പ്രവർത്തിച്ചാലുണ്ടല്ലോ നമുക്ക് കൃഷിയുടെ കാര്യം മാത്രമല്ല, ഏതൊരു കാര്യവും ഡിസൈൻ ചെയ്യാം. നമ്മളൊരു കാര്യം പുതുതായിട്ട് തുടങ്ങാൻ ശ്രമിക്കുകയാണ്, നമുക്കൊരു ഐഡിയ ഉണ്ട്, നമുക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ 3 തലത്തിൽ പ്രവർത്തിക്കണം. അപ്പം അത് വിജയിക്കും. നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും ഈ 3 തലം ശ്രദ്ധിക്കുക: ഭൗതിക തലം, മാനസിക തലം, ആത്മീയ തലം. അതിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് ആരുടെ ഇച്ഛ സാക്ഷാത്കരിക്കാനാണ്. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങുകയാണ്, അത് പ്രകൃതിക്ക് നിരക്കുന്നതാവണം. പ്രകൃതിക്ക് നിരക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ആദി മാതാവിൻ്റെയും ആദി പിതാവിൻ്റെയും ആഗ്രഹത്തിന് ഉതകുന്നതായിരിക്കണം നമ്മൾ പുതുതായി തുടങ്ങുന്നത് എന്തും. അത് ഈശ്വരൻ്റെ പദ്ധതിയായിട്ട് മാറും. അപ്പോൾ നമ്മൾക്ക് വേണ്ടതൊക്കെ അവിടെ എത്തിച്ചു തരും. അത് സംഭവിച്ചു പോകും. നമ്മളൊരു ടൂളായിട്ടിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ എന്താവുന്ന പറഞ്ഞ ടൂളായി മാറും. ആരുടെ കയ്യിലെ? ഈശ്വരന്റെ കയ്യിലെ ഒരു ടൂളായിട്ട് മാറും നമ്മൾ. അതാ പറഞ്ഞു, ഇതൊക്കെ കണക്റ്റഡ് ആണ്. ആര് പറഞ്ഞു കേൾക്കുന്നത്, മുമ്പ് പറഞ്ഞതും പിന്നീട് പറയുന്നതൊക്കെ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. എല്ലാ കാര്യവും പെട്ടെന്ന് നടന്നു എന്ന് വരില്ല കേട്ടോ. നമ്മൾ ഭൗതികമായിട്ട് വർക്ക് ചെയ്തു, മാനസികമായിട്ട് വർക്ക് ചെയ്തു, ആത്മീയമായിട്ട് വർക്ക് ചെയ്തു നടക്കണില്ല. ഒരു സമയമുണ്ട്. ആ സമയത്ത് അത് കറക്റ്റായിട്ട് നടക്കും. ചിലപ്പോൾ കുറച്ച് ഡിലേ ആവും, പക്ഷെ സക്സസ് ആവും. അപ്പോൾ ഇതൊക്കെയാണ് കൃഷിനെ കുറിച്ച് നമ്മളുടെ ഒരു ആമുഖം എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം, അത് നടപ്പാക്കേണ്ട വഴി, ലക്ഷ്യം നടപ്പാക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമ്മൾ കൃഷി എന്താന്നുള്ളത്. അപ്പൊ എന്താണ് കൃഷി? കൃഷി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താ പറയാ? അഗ്രികൾച്ചർ. അതില് അഗ്രി മാറ്റിക്കഴിഞ്ഞാൽ കൾച്ചർ. കൾച്ചറിന് മലയാളത്തിൽ എന്താ പറയാ? സംസ്കാരം. അതെ, കൃഷി ഒരു സംസ്കാരമാണ്. ഫസ്റ്റ് ആദ്യമായിട്ട് എഴുതുന്നത് കൃഷി ഒരു സംസ്കാരമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കൃഷി? ഇത് നമുക്ക് വേണമെങ്കിൽ പോയിന്റ് ഇട്ട് എഴുതാം. 1, കൃഷി ഒരു സംസ്കാരമാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാന്നുള്ളതാണ്. 2,
ആഹാര സമ്പാദന ഉപാധിയാണ്. കൃഷി ഒരു ആഹാര സമ്പാദന ഉപാധിയാണ്. മൂന്ന് വിദ്ധി വികാസ പ്രക്രിയയാണ്. ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയയാണ്. ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയയാണ് കൃഷി. കൃഷി ഒരു സംസ്കാരമാണ്, ആഹാര സമ്പാദന ഉപാധിയാണ്, ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയയാണ്. അതെങ്ങനെയാ വരണമെന്ന് നമ്മൾ പഠിക്കണം. ബുദ്ധി എങ്ങനെയാ വികസിക്കുക കൃഷി ചെയ്താൽ എന്നുള്ളത് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തത് പഞ്ചമഹായജ്ഞമാണ്. കൃഷി പഞ്ചമഹായജ്ഞമാണ്. സാറ് MG യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ. ഇതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ക്ലാസ് എടുത്തിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ സാറ് ഇത് പറഞ്ഞു, കൃഷി ഒരു പഞ്ചമഹായജ്ഞമാണെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ HOD പറഞ്ഞു നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ദയാലി ഇനി ക്ലാസ് എടുക്കണ്ട, നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അത് കാരണം നമുക്കിപ്പോ അവൈലബിൾ ആണ് സാർ, അല്ലെങ്കിൽ അവിടേക്ക് ഓടിയായിരുന്നു. അപ്പോ കൃഷി ഒരു സംസ്കാരമാണെന്നാണ് ആദ്യം പറഞ്ഞത് അല്ലേ? അത് പോട്ടെ, സാരില്ല. നമ്മളുടെ മാറിയൊന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മളെ അവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തൊരു ഇപ്പോഴും വരുന്നുണ്ട് സാറിൻ്റെ അടുത്തേക്ക് കേട്ടോ, കാലിക്കറ്റുന്ന്. സംസ്കാരമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ പഠിക്കേണ്ടത്? സംസ്കാരം എന്താന്ന് പഠിക്കണ്ടേ? കൃഷി ഒരു സംസ്കാരമാണെന്ന് പറയുമ്പോൾ കൃഷി പഠിക്കണമെങ്കിൽ സംസ്കാരവും പഠിക്കണം. സംസ്കാരം ഉടലെടുത്താനുള്ളൊരു കാരണം കൃഷിയായിരുന്നു. നമ്മൾ തുടക്കത്തിൽ അതെ അല്ല, നമ്മുടെ വിശപ്പ് മാറ്റാനുള്ള പ്രക്രിയയിലാണ് തുടക്കം. കാട്ടിൽ നിന്ന് മനുഷ്യൻ നാട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് തുടങ്ങിയിട്ടുള്ളത്, കാട്ടിൽ വെച്ചേ തുടങ്ങിയത് കൃഷിയാണ്. അന്നം, ഭക്ഷണം, അതൊന്നും തുടങ്ങിയ സംസ്കാരം അതിനാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബുദ്ധി വികാസ പ്രക്രിയ. മണ്ണിൽ പണിയെടുത്തിട്ടാണ് ബുദ്ധി വികസിച്ചത്. സംസ്കാരം ആദിവാസികളെ കിഴങ്ങ് വർഗ്ഗങ്ങൾ പറിച്ചു കൊടുക്കുന്നതിൻ്റെ രീതിയിൽ അവർ ഒരു കിഴങ്ങ് അവിടെ കുടിച്ചു വെച്ചിട്ട് പോകാതെ മുഴുവൻ എടുക്കില്ല. അവർ ആ സംഭവമാണ്, അതാണ് ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ. അവരെന്തെടുത്താലും അവരെ റോളിയോ മറ്റെടുക്കുകയാണെങ്കിൽ ഇതൊന്നും അവർ പറിക്കില്ല, ചെടിയൊന്നുമില്ല, അത് നോക്കുക. അത് നമ്മളുടെ കൃഷിയിലും ചെയ്യണം. നമ്മളത് നമ്മൾ തിരിച്ച് മണ്ണിലേക്ക് കൊടുക്കണം. എത്രയും മണ്ണിന്ന് എടുക്കണോ അത്രയും അതിൻ്റെ ഇരട്ടി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞു സംസ്കാരമാണെന്ന് പറഞ്ഞു, കൃഷി ഒരു സംസ്കാരമാണ് എന്ന് പറഞ്ഞു. സംസ്കാരം പഠിക്കണം. ആഹാര സമ്പാദന ഉപാധിയാണ് എന്ന് പറഞ്ഞു. അപ്പം എന്തും കൂടെ പഠിക്കണം? ആഹാരം എന്താണെന്ന് കൂടെ പഠിക്കണം. ആഹാരം എന്താണെന്ന് പഠിക്കണം. ആഹാരം എവിടുന്ന് വരുന്നു എന്ന് പഠിക്കണം. ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയയാണെന്ന് പറഞ്ഞു. അത് നമ്മൾ പഠിച്ചു. മനസ്സും ബുദ്ധിയും പഠിച്ചില്ലേ? മനസ്സെന്താണ്, ബുദ്ധി എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സൂക്ഷ്മ ശരീരത്തിലുള്ളതാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തിനൊക്കെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും? നമുക്കിപ്പോൾ തൽക്കാലം അറിയുന്നത് യജ്ഞം എന്താണെന്ന് അറിയോ, അല്ലെങ്കിൽ സംസ്കാരം, ഇതൊക്കെ പഠിക്കണം. നമുക്ക് സംസ്കാരം പഠിക്കണം, യജ്ഞം പഠിക്കണം. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അല്ല, തിരിച്ച് ഒരു ബലവും ഇച്ഛിക്കാതെ ചെയ്യുന്ന കർമ്മമാണ് യജ്ഞം. നിഷ്കാമ കർമ്മം. പറയാം. സംസ്കാരം, ആദ്യം സംസ്കാരം എടുക്കാൻ നമുക്ക്
എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കല്ലേ സംസ്കാരം. അവന് സംസ്കാരമില്ല, അല്ലെങ്കിൽ ചീത്ത പറയുമ്പോഴും എല്ലാം നമ്മൾ സംസ്കാരത്തിനെ കുറിച്ച് എപ്പോഴും പറയണതാണ്. അപ്പോൾ സംസ്കാരത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ സംസ്കാരം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് പിടി കിട്ടുന്നില്ല. അപ്പോൾ സാറ് പഠിപ്പിച്ചു തരിക എങ്ങനെയാണെന്ന് വെച്ചാൽ, ദയാൾ സാറ് സംസ്കാരത്തിനെ കുറിച്ച് പഠിപ്പിച്ചു തരുമ്പോൾ ആദ്യം പറയാൻ എന്താണെന്നറിയാം, ഒരു കാട്, ഭയങ്കര ഘോര വനമാണ്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. കുറേ മനുഷ്യർ ആ കാടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. പുറം ലോകത്തിന് ആർക്കും അറിയില്ല അത് ഇങ്ങനെ കുറേ ആൾക്കാരിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല. അവരാരും വസ്ത്രം എടുക്കില്ല, വസ്ത്രം അവർക്കറിയില്ല, നമ്മളാരും കണ്ടിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ നാട്ടിൻപുറത്തുള്ള നമ്മൾ കുറച്ച് പേര് കൂടി കണ്ടുപിടിച്ചു ഇങ്ങനെ കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. നോക്കുമ്പോൾ തുണി എടുത്തിട്ടില്ല അവരാരും. നമ്മൾ ആദ്യം എന്താ ചെയ്യുക അല്ലെ, അവരെ വസ്ത്രം ഉടുപ്പിക്കാൻ നോക്കും. സംസ്കാരമില്ലാത്ത വർഗം വസ്ത്രം ഉടുപ്പിക്കണം. വസ്ത്രം സംസ്കാരത്തിൻ്റെ മാനദണ്ഡമാണോ? അല്ല. അപ്പൊ സാറ് ചോദിക്കും, കയ്യും കോട്ടും സൂട്ടും ഷൂസും സാരിയും മാക്സിയും ചുരിദാറും ബോബ് ചെയ്ത മുടിയും ഇതൊക്കെ ആയി കഴിഞ്ഞാൽ സംസ്കാര സമ്പന്നരാണെന്ന് പറയാൻ പറ്റുമോ ആ വ്യക്തി, അവനോ അവളോ? അല്ലേ? അപ്പോ വസ്ത്രം എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ ഭാഗമല്ല. വസ്ത്രം എത്ര ഭംഗിയുള്ളതായാലും അല്ലെങ്കിൽ ഉടുത്താലോ ഉടുത്തില്ലെങ്കിലോ ഇയാളെ സംസ്കാരം ഇല്ലാത്തവന്ന് വിളിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോ കുംഭമേള നടന്നുകൊണ്ടിരിക്കല്ലേ, കറക്റ്റ് ടൈമല്ലേ. അപ്പൊ സംസ്കാരത്തിന്റെ മാനദണ്ഡം എന്താന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ. സംസ്കാരത്തിന്റെ മാനദണ്ഡം, ഒരാള് സംസ്കാര സമ്പന്നനാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ യോഗ്യത, എന്തായിരിക്കണം അതിൻ്റെ മാനദണ്ഡം എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. അപ്പം നമ്മളൊരു വീടെടുക്കാം. ഇപ്പോൾ ഒരു വ്യക്തിനെ കുറിച്ച് പറഞ്ഞു, അയാൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, നല്ല ഫാഷനബിളായിട്ട് നടക്കുന്നുണ്ട്, സർവാഭരണ വിഭൂഷണനാണ്, അത് സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഒരു വീടെടുക്കാം. വീട് 2 നിലയോ 3 നിലയോ ഉള്ളൊരു മാളിക, അതിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, സെൻട്രലൈസ്ഡ് AC ആണ്. ഇന്ന് അമേരിക്കയിലൊരു പുതിയ സാധനം മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ വീട്ടിലേക്ക് എത്തും. അത്ര കഴിവുള്ള വ്യക്തികളാണ്. അങ്ങനെയുള്ളൊരു വീട് ധനാഢ്യരുടെ വീടാണ്. അതിൽ താമസിക്കുന്നവർ സംസ്കാര സമ്പന്നരാണെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനൊരു വീടാണ്, എല്ലാം ഉണ്ട്, ലാവിഷായിട്ട് ജീവിക്കുന്ന വീടാണ്, അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവർ സംസ്കാര സമ്പന്നരാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതും സംസ്കാരത്തിൻ്റെ മാനദണ്ഡമല്ല. ഇപ്പോൾ വസ്ത്രം സംസ്കാരത്തിൻ്റെ മാനദണ്ഡമല്ല, ആഡംബരം സംസ്കാരത്തിൻ്റെ മാനദണ്ഡമല്ല. ഇനി നമുക്കൊരു പഞ്ചായത്ത് എടുക്കാം. പഞ്ചായത്ത് എടുത്താലേ പഞ്ചായത്തിലൊരു വലിയ ബിൽഡിങ് പണിതു. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ചുമരുമ എഴുതി വെച്ചു സാംസ്കാരിക നിലയം, സംസ്കാര കേന്ദ്രം എന്ന് എഴുതി വെച്ചാൽ ആ പഞ്ചായത്തിലുള്ളവർ മുഴുവൻ സംസ്കാരമുള്ളവരാകുമോ? ഇല്ല. എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും അവർ സാംസ്കാരിക സമ്മേളനം കൂടി നടത്തിയാലോ? ആവില്ല. എന്താ അടിച്ചു. അപ്പൊ സംസ്കാരം ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ, ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വസ്ത്രം ധരിക്കുന്ന കാര്യത്തില്, വീട് വെക്കുന്ന കാര്യത്തില്, പഞ്ചായത്തിൽ ബിൽഡിങ് പണിയുന്നതില്, മീറ്റിംഗ് വിളിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതൊന്നും സംസ്കാരത്തിന്റെ മാനദണ്ഡം അല്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സംസ്കാര സമ്പന്നരാണോ? അപ്പോ സംസ്കാരത്തിന്റെ മാനദണ്ഡം നമ്മൾ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. അത് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നുണ്ട്. അതെ, അല്ല, സത്യവും ധർമ്മവും നീതിയും
എവിടെ പാലിക്കപ്പെടുന്നോ അതാണ് അവിടെ സംസ്കാരമുണ്ട്. അത് പാലിക്കപ്പെടുന്ന വ്യക്തി സംസ്കാര സമ്പന്നൻ. ഇത് നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ പേര് ആർഷഭാരതം എന്നായിരുന്നു. കാരണം സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭൂഖണ്ഡം പ്രദേശമായിരുന്നു നമ്മുടെ ഭാരതം. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിനെ ആർഷഭാരതം എന്ന് വിളിച്ചിരുന്നത്. ഇന്ന് എന്ത് പറ്റി? ഇന്നത് നഷ്ടപ്പെട്ടു. ഇന്ന് നഷ്ടപ്പെട്ടത് എന്താ? സത്യവും ധർമ്മവും നീതിയും നമുക്ക് നഷ്ടപ്പെട്ടു. ഭാരതത്തിന്റെ അർത്ഥം തന്നെ അതാ. ഭാ എന്ന് പറഞ്ഞാലേ അറിവ്, പ്രകാശം. അറിവ് ഈശ്വരനാണ്. നമ്മള് ജ്യോതി എന്നല്ലേ പറയാ ഈശ്വരനെ. ഈശ്വര സങ്കല്പം എന്താ? ജ്യോതി, പ്രകാശമാണ്. ഏത് മാഷിന്റെ? അത് ഇന്ത്യ എന്ന് വിളിക്കണോ ഭാരതം എന്ന് വിളിക്കണോ? ഞാൻ കുറെ തപ്പി നിങ്ങൾക്ക് ഇട്ട് തരാൻ വേണ്ടിട്ട്. ഓക്കെ. ഭാ എന്ന് പറഞ്ഞാല് പ്രകാശം അഥവാ അറിവ്. അറിവിൽ രമിക്കുന്നവനാണ് ഭാരതീയൻ. അറിവിൽ രമിക്കുക, അറിവിലാണ് ജീവിതം. ഭാരതീയന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അറിവിലായിരുന്നു, ഈശ്വരനിലായിരുന്നു. അതായത് നമ്മളുടെ അറിവ് എന്ന് പറയുന്നത് പുസ്തകത്തിൽ നിന്നോ അക്കാഡമിക് അറിവല്ല, ബുദ്ധിയുടെ അറിവായിരുന്നു, തലച്ചോറിന്റെ അറിവ് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉത്തമ അംഗം, ശരീരത്തിലെ ഉത്തമ അംഗം ഏതായിരുന്നു എന്നറിയോ? തലയായിരുന്നു. ഒരു സ്ഥലത്തും തല കുനിക്കില്ല. എത്ര പട്ടിണി ആയാലും തല നിവർത്തി പിടിക്കും. നമ്മുടെ ഉത്തമ അംഗം ഇതായിരുന്നു. അവിടുന്ന് കുറെ കഴിഞ്ഞപ്പോ എന്തായി? ഇറങ്ങി താഴത്തേക്ക്. സ്നേഹല്ലേ വലുത്. നമുക്ക് സ്നേഹമായി ഏറ്റവും വലുത്. സ്നേഹമാണ് അഖില സാരമൊഴി. സ്നേഹം വലുതായി. അത് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 10-30 കൊല്ലം കൂടി കഴിഞ്ഞപ്പോ പറഞ്ഞു, ഒരു ചാണ് വയറിന് വേണ്ടിയിട്ടല്ലേ ജീവിക്കണം നമ്മള്. വയറിന് വേണ്ടിയിട്ട് ജീവിക്കണതെന്ന് പറഞ്ഞു. ജീവിതം തന്നെ വയറിന് വേണ്ടിയിട്ടായി. അതിപ്പോ വീണ്ടും താഴത്തേക്ക് പോയി. തൃശ്ശൂരല്ലേ? അല്ല, സത്യല്ലേ ഞാൻ പറഞ്ഞത്? സാംസ്കാരിക തലസ്ഥാനത്തിന്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഇത് സത്യല്ലേ? ഇത് സാറ് അല്ല, ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, രാജൻ ചേട്ടന് ഒരുപാട് അനുഭവങ്ങളുണ്ട് ജീവിതത്തില്. രാജൻ ചേട്ടന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അനുവദിക്കാത്തതുകൊണ്ടാണ് പറയാത്തത്. ഗ്രൂപ്പിൽ പറഞ്ഞോളൂ, വിരോധമില്ല. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലേ? ഭായിൽ രമിക്കുന്നവൻ ഭാരതം എന്ന് പറയുന്നത്. ഇത് ഭാരത. ഇവിടെ പുതിയൊരു ഡെഫിനിഷൻ വന്നു. ഭാവ, രാഗ, താളം. കുറെ കാര്യങ്ങൾ. അതെ, പൂർവികര് പറഞ്ഞിട്ടുള്ളത് അതാണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. 1 മണിയായി. അപ്പോൾ എക്സസൈസ് ചെയ്യാം. എപ്പോൾ വിശക്കും? ഓക്കെ.